Hello my students. From the previous class we discussed about diabetic and what are their symptoms etc. So today we are going to learn about a test. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ലെവൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദ ടെസ്റ്റ് ഈസ് നോൺ ആസ് ബെനഡിക്ട് ടെസ്റ്റ്. ഓക്കെ, ആൻഡ് എയിം എന്താണ് ഒരു ടെസ്റ്റിൻ്റെ എയിം? യെറ്റ്സ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. അതായത് നമ്മുടെ യൂറിനിലുള്ള ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഈ ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ടേക്ക് 2 ml ഓഫ് സാമ്പിൾ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 ml ഓഫ് സാമ്പിൾ വിച്ച് മീൻസ് യൂറിൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക 2 ml എമൗണ്ടിൽ. And add 2 ml of Benedict solution into it. ഒരു ബെനഡിക്ട് സൊല്യൂഷൻ ഉണ്ട്, അതെന്ത് ചെയ്യുക, 2 ml ഈ സാമ്പിളിലോട്ട് ആഡ് ചെയ്യുക. ആൻഡ് ഹീറ്റ് ഫോർ 2 minutes. ദെൻ ഈ ടെസ്റ്റ് ട്യൂബ് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാൻ വെക്കുക. ഒബ്സർവ് ദി ചേഞ്ച് ഇൻ കളർ. ആൻഡ് ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കളർ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, when Benedict's reagent is added to the sample, a blue color appears. ഇത് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ yes it appears a blue color. From the color change that happened, the Benedict reagent was added, we can detect the presence of glucose. So അവിടെ ഒരു ബ്ലൂ കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഇൻഫേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും യെസ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദി പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. സോ അങ്ങനെയാണ് നമ്മൾ യൂറിനിൽ ഗ്ലൂക്കോസ് ഉണ്ടോ എന്നുള്ളത് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. Okay, and the next topic is regulation of metabolism. The anabolic and catabolic process taking place in the body are commonly referred to as metabolism. So what do you mean by metabolism? Yes, the anabolic and catabolic process taking place in the body. Okay, metabolic activities are also under the control of hormones. So here hormones have an important function. Metabolic activities നടക്കണമെങ്കിലും ഹോർമോൺസിൻ്റെ ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ഈസ് ദ മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ദാറ്റ് കൺട്രോൾ ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇൻ അവർ body. Metabolic activities are controlled by the thyroid gland and which is the main endocrine gland. So endocrine gland in the most example ആണ് thyroid gland. ഈ thyroid gland metabolic activities control ചെയ്യപ്പെടുന്നുണ്ട്. Okay, the thyroid gland secrete 2 hormones, thyroxine and calcitonin. So thyroid gland secrete 2 hormones, thyroxine and calcitonin. So 2 types of hormones are found in thyroid gland, that is thyroxine and calcitonin. And what's their function? Let's see. Okay, the first one is increases energy production. So the first function is it increases the energy production. Okay, and the second one raises the rate of metabolism. Metabolism rate rises ചെയ്യുന്നുണ്ട്. Okay, and the third one accelerate the growth and development of the brain in the fetal stage and infancy. So in this stage of our infancy and fetal periods loke the growth and development of brain accelerate ചെയ്യുന്നത് with the help of the thyroid gland. എന്താണ് ഇൻഫാൻസി ആൻഡ് ഫീറ്റൽ സ്റ്റേജ് എന്ന് വെച്ചാൽ ചെറിയ പ്രായം, അതായത് നമ്മുടെ ചെറിയ ഒരു പീരീഡിനെ പറയുന്ന പേരാണ്, ഫസ്റ്റ് പീരീഡിനെ പറയുന്ന പേരാണ്. ഓക്കെ, ആൻഡ് റെഗുലേറ്റ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻസിൽ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്നത്. എവിടെയാണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്? എവിടെയാണ് അതിൻ്റെ പൊസിഷൻ? Yes, in the throat just below the larynx.
അതായത് ലാരിങ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ്. ആ ഒരു പൊസിഷനിലാണ് നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡ് 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാൽസിറ്റോണിനും അതുപോലെ തന്നെ തൈറോക്സിനും. ആൻഡ് മേജർ ആയിട്ടുള്ള 4 ഫങ്ഷൻസ് ആണ്. എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മെറ്റബോളിസത്തിൻ്റെ ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്, ആൻഡ് ബ്രെയിനിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട് ഫീറ്റൽ ആൻഡ് ഇൻഫാൻസി പീരീഡിൽ. ആൻഡ് ദ ലാസ്റ്റ് വൺ ചിൽഡ്രൻസിൽ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, how does the rise or fall of thyroxine level affect the body? So ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എങ്ങനെയാണ് നമ്മുടെ തൈറോക്സിൻ ഒന്നെങ്കിൽ കൂടെ കുറയെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതെങ്ങനെയാണ് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നത്? ലെറ്റ്സ് സീ. ഓക്കെ, ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം. സോ മേജർ സിംറ്റംസ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡിന് സംഭവിക്കുന്ന 2 വലിയ സിംറ്റംസ് ആണ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ഹൈപ്പോ തൈറോയിഡിസം? ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഡിക്രീസസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ പ്രസൻസ് ആണ്. ആൻഡ് ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസസ്. Yes, that means when the production of thyroxine is decreases, it leads to a condition that is hypothyroidism. അതായത് തൈറോക്സിൻ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ, ഓക്സിൻ പ്രൊഡക്ഷന് കുറയുമ്പോഴുള്ള that condition is known as hypothyroidism. Okay, the decrease in production of thyroxine during the fetal stage or infancy hinder proper physical and mental development. This condition is cretinism. So during the infancy and fetal stage, ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ് നമുക്ക് ഈ എന്ത് പറയുന്നത് തൈറോക്സിൻ്റെ ഡെഫിഷ്യൻസി വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ക്രെറ്റിനിസം. അതായത് ഈ ക്രെറ്റിനിസം എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ ഇൻഫാൻസി പീരീഡിൽ അല്ലെങ്കിൽ ഫീറ്റൽ സ്റ്റേജിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ തൈറോക്സിൻ്റെ എമൗണ്ട് കുറയുന്നത്. ഓക്കെ, ആൻഡ് ദ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ അഡൽട്ട് ലീഡ്സ് ടു എ കണ്ടീഷൻസ് കാൾഡ് മിക്സ്ഡിമ. അതായത് നമ്മുടെ അഡൽട്സിലെത്തിയാലും ഈ ഒരു കണ്ടീഷൻസ്, അതായത് ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൻഡ് ദ കണ്ടീഷൻ ഈസ് നോൺ ആസ് മിക്സ്ഡിമ. ഓക്കെ, സോ ക്രെറ്റിനിസം നമ്മുടെ ഏത് സ്റ്റേജിലാണ് സംഭവിക്കുന്നത്? ഇൻഫാൻസി ആൻഡ് ഫീറ്റൽ സ്റ്റേജിൽ തൈറോക്സിൻ്റെ ഡെഫിഷ്യൻസി, ആൻഡ് അത് തുടർന്ന് കൊണ്ടിരിക്കുകയാണ് അഡൽട്സ് പീരീഡെങ്കിൽ ദാറ്റ്സ് കണ്ടീഷൻ ഈസ് നോൺ ആസ് മിക്സ്ഡിമ. ആൻഡ് ദ മെയിൻ സിംറ്റംസ്, ഈ ഒരു ഡിസോർഡറിൻ്റെ മെയിൻ ആയിട്ടുള്ള നമുക്ക് മേജർ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ലോ മെറ്റബോളിക് റേറ്റ്, മെറ്റബോളിക് കുറയും. ദെൻ സ്ലഗിഷ്നെസ്, ഇൻക്രീസ് ഇൻ ബോഡി വെയ്റ്റ്, ഹൈപ്പർ ടെൻഷൻ, inflammations in body tissues are the major symptoms of this disorder. So hypothyroidism എന്ന് വെച്ചാൽ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുക. അത് ഇൻ കേസ് നമുക്ക് നമ്മുടെ ഇൻഫാൻസി പീരീഡിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് എന്നെങ്കിൽ ദാറ്റ്സ് നോൺ ആസ് ക്രെറ്റിനിസം. ആൻഡ് അഡൽട്സ് പീരീഡിലും ആ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വിച്ച് ഈസ് നോൺ ആസ് മിക്സ്ഡിമ. ഓക്കെ, ആൻഡ് ദ മേജർ സിംറ്റംസ് ആയിരുന്നു സ്ലഗിഷ്നെസ്, ലോ മെറ്റബോളിക് റേറ്റ്, ഇൻക്രീസ് ഇൻ ബോഡി വെയ്റ്റ്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഇൻഫ്ലമേഷൻസ് ഇൻ ബോഡി ടിഷ്യൂസ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് hypothyroidism. And the next one is hyperthyroidism. This is a condition in which all life activities controlled by thyroxine accelerate due to the continuous and excessive production of thyroxine. So in here its thyroxine production decreases, but in the case of hyperthyroidism the production and the continuous uses അതായത് എന്തെന്ന് വെച്ചാൽ ഇൻക്രീസ് ചെയ്യുക, അതായത് എക്സസീവായിട്ടുള്ള പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് സ്റ്റേജ്
തൈറോക്സിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിന് വിളിക്കുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈ മെറ്റബോളിക് റേറ്റ്, rise in body temperature, excessive sweating, increased heartbeat, weight loss, emotional imbalance, etc. are the major symptoms. So what are the major symptoms of hypertension? Yes, high metabolic rate, rise in body temperature, increased heart rate, excessive sweating, weight loss and emotional imbalance. Okay. And the next topic is goiter. Do you hear about goiter? Yes. ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലേ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിറ്റർ. Iodine is essential for the production of thyroxine. So തൈറോക്സിൻ്റെ പ്രോഡക്ഷന് അയഡിൻ ഈസ് എസെൻഷ്യൽ ആണ്. സോ ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഈസ് ബ്ലോക്ക്ഡ് in the absence of iodine. So in the absence of iodine, iodine ഒരു ആബ്സെൻസ് ഇല്ലെങ്കിൽ yes of course it leads to the production of thyroxine ബ്ലോക്ക് ചെയ്യും. അവിടെ ആ തൈറോക്സിൻ്റെ പ്രൊഡക്ഷന് അത് it's of course അത് അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. In an attempt to produce more thyroxine, the thyroid gland enlarged. So അവിടെ തൈറോക്സിൻ ഹോർമോൺ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടി അതങ്ങ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യപ്പെടും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഗോയിറ്റർ. ഗോയിറ്റർ ഉള്ളവരുടെ നമ്മുടെ നെക്ക് നോക്കിയാൽ അതൊന്ന് വീർത്തിട്ട് സ്വെല്ല് ചെയ്ത് പോലെ ഇരിക്കുന്നത് കാണാം. കാരണം എന്താണ്, അവിടെ അയഡിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തൈറോക്സിന് തന്നെ നന്നായിട്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യാണ്, എൻലാർജ് ചെയ്യാൻ. സോ ആൻഡ് ദ കണ്ടീഷൻ ഈസ് നോൺ ആസ് ഗോയിറ്റർ. ഓക്കെ. സോ അപ്പോൾ ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ അയഡിൻ കണ്ടൻറ്റ് ഫുഡ് നല്ലവണ്ണം കഴിക്കുക. അതായത് വെജിറ്റബിൾസ് ആയിട്ട്, മിൽക്കായിട്ട്, ഫിഷ്, ഡയലി പ്രോഡക്റ്റ്സ് ഒക്കെ ആയിട്ടുള്ള അയഡിൻ കണ്ടൻറ്റഡ് ഫുഡ് കഴിക്കുക. ദെൻ സോൾട്ട് മേടിക്കുകയാണെങ്കിൽ അയഡിൻ കണ്ടൻ്റ് ആയിട്ടുള്ള സോൾട്ട് തന്നെ മേടിക്കുക. ഓക്കെ. ആൻഡ് അവിടെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ദ ഇമ്പോർട്ടൻസ് ഓഫ് തൈറോക്സിൻ ഇൻ കൺട്രോളിങ് ലൈഫ് ആക്ടിവിറ്റീസ്. നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിൽ തൈറോക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? Yes, we already says that the 4 different functions of a thyroxine. So ആ 4 different functions എന്തൊക്കെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ ചെയ്യുക. Okay, and the next one, the problems caused by excessive production of thyroxine. തൈറോക്സിൻ്റെ എക്സസീവ് പ്രൊഡക്ഷനിൽ എന്തായിരുന്നു? യെസ്, ദ കണ്ടീഷൻ ഈസ് നോൺ ആസ് ഹൈപ്പർ തൈറോയിഡിസം എന്തെന്ന് എഴുതുക. ആൻഡ് വാട്ട് ആർ ദെയർ മേജർ സിംറ്റംസ് എഴുതുക. And the third questions, the disabilities due to thyroxine deficiency. Thyroxine deficiency വരുന്ന ഡിസബിലിറ്റീസ് ഏതൊക്കെയായിരുന്നു? യെസ്, ഹൈപ്പോതൈറോയിഡിസം, ക്രെറ്റിനിസം ആൻഡ് മിക്സഡിമ. ഹൈപ്പോതൈറോയിഡിസം എന്ന് വെച്ചാൽ യെസ് തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നൊരു കണ്ടീഷൻ. ദെൻ ക്രെറ്റിനിസം, അത് ഇൻഫാൻസി ആൻഡ് ഫീറ്റൽ സ്റ്റേജിലാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ക്രെറ്റിനിസം. ആൻഡ് മിക്സഡിമ, അത് പ്രൊലോങ്ഡ്, അത് അഡൽട്ട് സ്റ്റേജിലും അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് നോൺ ആസ് മിക്സഡിമ. ഓക്കെ. The relation between iodine and thyroid gland എന്തായിരുന്നു? ഇറ്റ്സ് അയഡിൻ മസ്റ്റാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡക്ഷന്. അയഡിൻ്റെ ആബ്സെൻസിൽ തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ ബ്ലോക്ക് ചെയ്യും. സോ അപ്പോൾ അവിടെ തൈറോക്സിൻ അത് കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഗോയിറ്റർ. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് അവർ ടുഡേയ്സ് ക്ലാസ്. പറഞ്ഞിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. താങ്ക് യു.